പല മതങ്ങളിലും പലതരത്തിലുള്ള ആചാരങ്ങൾ ഉണ്ടായിരിക്കും. ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ റിച്വൽസ്, ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ, കർക്കശമായിട്ട് ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഒരു ആചാരം എന്നാൽ എന്താണ്? റിച്വൽ എന്ന വാക്കിന്റെ ശരിക്കുള്ള ഡെഫിനിഷൻ തോട്ട്ഫുൾ സെറിമണി എന്നുള്ളതാണ്. സങ്കല്പാധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രവൃത്തി. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ ഒരു സങ്കല്പം കൂടെ ചേർത്തിട്ട് ചെയ്യുന്നതാണ് റിച്വൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാൾ വൈകുന്നേരത്ത് നിലവിളക്ക് കത്തിക്കുന്നു എന്ന് വിചാരിക്കാം. നിലവിളക്ക് കത്തിക്കുമ്പോൾ സാധാരണ നമ്മൾ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് കത്തിക്കുന്നത്. വിളക്ക് കത്തിച്ചാൽ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ വെളിച്ചം കിട്ടും എന്നുള്ളതാണ്. പണ്ട് കാലത്ത് എല്ലാവരും തീ ഉപയോഗിച്ചിട്ടാണല്ലോ വെളിച്ചം ഉപയോഗിച്ചിരുന്നത്. ഇലക്ട്രിക്കൽ ബൾബൊന്നും ഇല്ലാത്തത് കാരണം ദീപം കത്തിക്കുക എന്നുള്ളത് പണ്ട് കാലത്തെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. വൈകുന്നേരമായ ദീപം കത്തിക്കാതെ നമുക്ക് വെളിച്ചം കാണാൻ പറ്റില്ല. പക്ഷേ വൈകുന്നേരങ്ങളിൽ സന്ധ്യാദീപം തെളിയിക്കുമ്പോൾ അതൊരു വെളിച്ചം കിട്ടാനുള്ള ദീപം കത്തിക്കൽ മാത്രമല്ലല്ലോ, അവിടെ ദീപത്തിനൊരു കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരൊറ്റ കാര്യം ജസ്റ്റ് അതിൻ്റെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതെന്താണ് പറയുന്നത് വെച്ചാൽ, ദീപം കത്തിക്കുമ്പോൾ അവിടെ ഒരു മന്ത്രം തന്നെ ചൊല്ലാൻ പറയാറുണ്ട്. ഈ ദീപം പരബ്രഹ്മജ്യോതിയുടെ അഥവാ ഈശ്വരന്റെ ആ പ്രകാശത്തിന്റെ ഓർമ്മ ചിഹ്നമാകുന്നു, അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നു. ഈ ദീപം എൻ്റെ ഉള്ളിലെ അജ്ഞാന അന്ധകാരത്തെ നീക്കം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ ദീപം എനിക്ക് എൻ്റെ ജീവിത സാരത്തെ, എൻ്റെ ജീവിതത്തിൻ്റെ പേർപ്പസിനെ കണ്ടെത്തുവാൻ സഹായിക്കുന്ന ആ അറിവിൻ്റെ വെളിച്ചത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ ദീപത്തെ ഞാൻ നമിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്, അതിനൊരു മന്ത്രമുണ്ട്, ദീപജ്യോതി പരബ്രഹ്മ എന്നൊക്കെ പറഞ്ഞൊരു മന്ത്രമുണ്ട്. അങ്ങനെയൊക്കെ ചൊല്ലിക്കൊണ്ട് ആ ഒരു അവയർനെസ്സോട് കൂടിയിട്ടാണ് ആ ദീപം തെളിയിച്ചിരുന്നത്. അങ്ങനെയാണത് ചെയ്യേണ്ടത്. വെറുതെ ഒരു ദീപം തെളിയിക്കുകയല്ല, ദീപമന്ത്രം ചൊല്ലി ദീപം തെളിയിക്കുകയാണ്. അതാണ് തോട്ട്ഫുൾ സെറിമണി എന്ന് പറയുന്നത്. അതായത് ആ ദീപം തെളിയിക്കുന്നതിനോടൊപ്പം അതിനെ കേവലം തീ കത്തുന്ന ഒരു പന്തമായിട്ടോ ഒരു വിളക്കായിട്ടോ മാത്രം കാണാതെ അതിന് ഒരു ഹയർ മീനിങ് കൊടുത്തിട്ട് ആ ഹയർ മീനിങ് സ്മരിച്ചുകൊണ്ടാണ് ആ ഒരു റിച്വൽ അവിടെ അനുഷ്ഠിക്കുന്നത്. അങ്ങനെയുള്ള ഹയർ മീനിങ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റം എന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സ് ഒരു അനിമലിസ്റ്റിക് സ്റ്റേജിൽ നിന്നും കുറച്ചുകൂടെ ഹയർ ആയിക്കൊണ്ടിരിക്കും. അതായത് ഒരു അനിമലും മനുഷ്യനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണെന്നറിയോ? ഒരു അനിമലിന് അതിൻ്റെ യൂട്ടിലിറ്റി വാല്യൂസ് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം അതിനൊരു വാല്യൂ ഇല്ല. ഒരു കത്തിച്ചിരിക്കുന്ന നിലവിളക്ക് കാണുന്ന സമയത്ത് ഒരു അനിമലിന് തീ എന്ന് മാത്രമേ തോന്നുകയുള്ളൂ. പക്ഷേ അതിൻ്റെ മേലെ ചില ഭാവനകൾ കൊണ്ട് നടക്കുന്നവർക്ക് ആ നിലവിളക്ക് കാണുന്ന സമയത്ത് എന്തോ ഒരു ഡിവൈൻ വൈബ്സ്, ഒരു ഫീലിങ്സ് അവർക്ക് അവരുടെ മനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഇത് ഉണ്ടാകുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. യൂട്ടിലിറ്റി വാല്യൂവിൽ മാത്രം ഒരു വിളക്കിനെ കാണുന്നവർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. അത് മനസ്സിലാകുന്ന ആളുകൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്കത് കാണുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് അതൊരു ഹയർ സെൻസാണ്. അതൊരു അനിമലിസ്റ്റിക് സെൻസിലല്ല അത് വർക്ക് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ ഹ്യൂമൻ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ മാത്രമേ അതൊക്കെ മനസ്സിലാവുകയുള്ളൂ. ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു ദേശീയ പതാക ഒരു മൃഗത്തിന്റെ കയ്യിൽ കിട്ടിയാൽ അത് കേവലം ഒരു തുണി മാത്രമാണല്ലേ. പക്ഷെ അതൊരു മനുഷ്യന്റെ കയ്യിൽ കിട്ടുമ്പോൾ അതിലൊരു ചേതോവികാരം കിടക്കുന്നുണ്ട്. ആ ദേശീയ പതാകയോട് നമ്മുടെ ഒരു രാഷ്ട്ര സ്നേഹത്തിന്റെ വികാരം അതിൽ കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ യൂട്ടിലിറ്റി വാല്യൂവിന്റെ അപ്പുറം ചിന്തിക്കുവാനുള്ളൊരു കഴിവ് മനുഷ്യനിലാണ് ഉള്ളത്. അത് മൃഗങ്ങൾക്ക് കുറച്ച് കുറവാണ്. എന്നാൽ നമ്മളും മനുഷ്യനും ഒരു മൃഗം തന്നെയാണല്ലോ. അതുകൊണ്ട് നമ്മൾ എല്ലാം യൂട്ടിലിറ്റി വാല്യൂവിൽ കാണുന്ന ഒരു രീതി നമ്മളിൽ ബേസിൽ കിടക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള നമ്മളെ ആ യൂട്ടിലിറ്റി വാല്യൂ മാത്രം ചിന്തിക്കുന്ന ഒരു മൃഗീയ അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടെ മനുഷ്യൻ എന്ന അവസ്ഥയിലേക്ക് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് തോട്ട്ഫുൾ സെറിമണീസ് അല്ലെങ്കിൽ ആത്മീയ ആചാരങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ മതവിശ്വാസങ്ങളെ കുറിച്ചല്ല പറയുന്നത്, അത് പ്രത്യേകം പറയാം. ഞാൻ മതവിശ്വാസങ്ങളെ കുറിച്ചല്ല പറയുന്നത്, മത ആചാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആചാരങ്ങൾ ഒരു മനുഷ്യനെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഇത് തന്നെയാണെന്ന് പിടിവാശി പോലും ഇല്ല. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയുകയാണ്. പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്: ഒരു മനുഷ്യൻ മത ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് അത് ആരെങ്കിലും പേടിച്ചിട്ടോ ആരെങ്കിലും കാണിക്കാനോ വേണ്ടി ചെയ്യുമ്പോഴല്ല, അവനവൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളുടെ മേലും കുറച്ചുകൂടെ ഹയർ സെൻസിലുള്ള, അതായത് ഹയർ വാല്യൂസ് കൽപ്പിക്കുന്ന ഒരു സ്വഭാവം ആ വ്യക്തിയിൽ ഡെവലപ്പ് ആവും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിലവിളക്ക് കത്തിച്ചിരിക്കുന്ന ആ ഉദാഹരണം തന്നെ പറയാം. നിലവിളക്ക് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് വെറും വെളിച്ചം തരുന്നൊരു തീ എന്നുള്ളത് മാത്രമല്ലാതെ അതിനപ്പുറം അതിനൊരു വാല്യൂ കൽപ്പിക്കാൻ കഴിയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ വാല്യൂ കൽപ്പിക്കുവാനുള്ള കഴിവ് ഒരു ഹയർ സെൻസാണ്. ഇപ്പോൾ ഒരു 6 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ നമ്മളൊരു വജ്രക്കല്ല് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ വജ്രക്കല്ലിൻ്റെ വാല്യൂ എന്താണെന്നുള്ള ആ കുട്ടിക്ക് അറിയില്ലല്ലോ.
കുട്ടി ഇത് വായിലിടാനോ തിന്നാനൊക്കെയാണ് നോക്കുക. ഒരു സാധനത്തിന് ഒരു വാല്യൂ കൽപ്പിക്കുവാനുള്ള കഴിവ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ ഹയർ സെൻസിലുള്ള കാര്യമാണ്. ഇത് ഡെവലപ്പ് ആകാൻ മിക്ക മത ആചാരങ്ങളെ കൊണ്ടും സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ഈ അവസരത്തിൽ എല്ലാ മത ആചാരങ്ങളും മനുഷ്യന്റെ ഹയർ സെൻസ് ഡെവലപ്പ് ആക്കുന്നുണ്ടെന്നും അവകാശപ്പെടുന്നില്ല കേട്ടോ. മനുഷ്യന്റെ ഉള്ള സെൻസിനെയും കൂടെ നശിപ്പിക്കുന്ന ആചാരങ്ങളും ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള പല ആചാരങ്ങളും കാലഹരണപ്പെട്ടതും നമ്മൾ വേണ്ടാന്ന് വെച്ചതുമായ ആചാരങ്ങൾ ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇവിടെയൊക്കെ കോമൺ സെൻസ് ഉപയോഗിക്കണം നമ്മൾ. ഞാനൊരിക്കലും ബ്ലൈൻഡായിട്ട് ഒരു മത ആചാരങ്ങളെയും ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് സൈക്കോളജിക്കലി അല്ലെങ്കിൽ എൻ്റെ സെൻസ് കുറച്ച് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. ഒരു മനുഷ്യന് തൻ്റെ ശരീരം നൽകുന്ന ബേസിക് ഇൻസ്റ്റിങ്ക്റ്റുകളെ, ശാരീരികമായ ഇൻസ്റ്റിങ്ക്റ്റുകളെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്താൻ, തൽക്കാലത്തേക്കൊന്ന് തടഞ്ഞു നിർത്തുവാനുള്ള ഒരു പ്രചോദനം ആ വ്യക്തിക്ക് കിട്ടുകയാണ്. അങ്ങനെ ഒരു വ്യക്തി പ്രാക്ടീസ്ഡ് ആവുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയുമോ? ആ വ്യക്തിക്ക് സ്വന്തം ചിന്തകൾ, സ്വന്തം വികാരങ്ങൾ, സ്വന്തം തോന്നലുകൾ, ഇപ്പം എനിക്കിത് വേണമെന്ന തോന്നലുകൾ, ഇതിനെയൊക്കെ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്ക് തടഞ്ഞു നിർത്തുവാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാകുന്നു. സ്വന്തം ഇമോഷൻസിനെയും സ്വന്തം തോന്നലുകളെയും ഇപ്പം വേണ്ട പിന്നെ ആവാം എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുവാനുള്ള ഒരു കഴിവ് ഒരു വ്യക്തിക്ക് കൈവരിച്ചു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും ഉപയോഗപ്പെടും എന്നുള്ളതാണ് സത്യം.